സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സ്മൃതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകചക്രം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ആദ്യമായിട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട ആചാര്യൻ നമ്മളുടെ ശ്രീ ജി കെ സാർക്ക് ശതകോടി പ്രണാമം അർപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് ചെയ്യുന്ന സഹായം എന്ത് എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഭൗതിക ആസ്തിത്വത്തിൽ ജീവിക്കുന്ന ആളുകളെ ആത്മീയ ആസ്തിത്വത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നതാണ് ഭഗവത്ഗീത ചെയ്യുന്ന സഹായം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ആസ്തിത്വത്തിൽ ജീവിക്കുന്ന ആളുകളെ ആത്മീയ ആസ്തിത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്? അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഭൗതിക ആസ്തിത്വം എന്ന് പറയുന്നത് ഇളക്കമുള്ളതാണ്. അപ്പൊ അതിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളുടെ ജീവിതവും മനോനിലവാരവും ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അത് ഒരു വ്യക്തിയെ ആധാരമാക്കി നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി കോപിക്കുമ്പോൾ നമ്മൾ കോപിക്കുന്നു, ഒരു വ്യക്തി ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നു, ഒരു വ്യക്തി മിണ്ടിയാൽ നമ്മൾ മിണ്ടുന്നു. ആ വ്യക്തിയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു ആ മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നു. ഒരു വസ്തുവിനെ ആധാരമാക്കി നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു വസ്തു ലഭിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷമുണ്ടാകുന്നു, അല്ലെ? ഒരു വസ്തു ലഭിക്കാതിരിക്കുമ്പോഴോ നമ്മൾക്ക് ദുഃഖമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അറിയാൻ പറ്റും, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. മിണ്ടിയാൽ കുറ്റം, മിണ്ടിയില്ലെങ്കിൽ കുറ്റം, ചിരിച്ചാൽ കുറ്റം, ചിരിച്ചില്ലെങ്കിൽ കുറ്റം, നോക്കിയാൽ കുറ്റം, നോക്കിയില്ലെങ്കിൽ കുറ്റം. അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ മനുഷ്യൻ പരിഭവങ്ങളും പരാതികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിഭവങ്ങളും പരാതികളും പറയുന്നത്? നമ്മൾ ജീവിക്കുന്നത് ഭൗതിക ആസ്തിത്വത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിന് ആണ് നമുക്ക് ഭഗവത്ഗീതയുടെ സഹായം ആവശ്യമാണ്. നമ്മുടെ ജീവിതം ഭൗതിക ആസ്തിത്വത്തിലും അടിത്തറ ആത്മീയ ആസ്തിത്വത്തിലും പണിയുണ്ട്. ഈ അടിത്തറ നമ്മൾ എപ്പോഴാണ് പണിയേണ്ടത്? ഒരു കെട്ടിടം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അടിത്തറ, അതിന്റെ ഫൗണ്ടേഷൻ നന്നായി ഉണ്ടാക്കിയതിനു ശേഷമാണ് ഒരു കെട്ടിടം പണിത് കെട്ടുന്നത്. അതുപോലെയാണ് ആത്മീയത. പറഞ്ഞു വരുന്നത്, ആത്മീയതയിലേക്ക് കടക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വേണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ചെറുപ്പക്കാരായ ആളുകള് ഒരു ഭഗവത്ഗീത പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗവതം പഠിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ബോധവൽക്കരണം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് പലരും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു ജോലിയും ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രമുള്ള പ്രായമായോ എന്നൊക്കെ പല ചോദ്യങ്ങളും നമുക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരാറുണ്ട്. പക്ഷേ പറയാനുള്ളത്, 24 hours ബിസി ആയിട്ടുള്ള ആളുകൾക്കാണ് സത്യത്തിൽ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട ആവശ്യം തന്നെ വരുന്നത്. കാരണം നമ്മൾക്ക് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ നിയന്ത്രണത്തിൽ വെക്കാൻ, നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കുന്നതിന് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആധ്യാത്മികതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ എത്രത്തോളം പാനിക് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തന്നെ നമ്മളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇതിനു മുമ്പ് നമ്മൾ എത്ര ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എത്രത്തോളം പാനിക്കായിട്ടാണ് നേരിട്ടിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഈ അധ്യാത്മികതയിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് എന്ത് മാറ്റം വന്നു എന്ന് നമുക്ക് തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എന്ത് പ്രശ്നത്തെയും നേരിടാനുള്ള ഒരു ശക്തിയാണ് ഇതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ വയസ്സായിട്ട് പഠിക്കാം എന്ന് പറയുന്നവര് പലരും ഉണ്ട്, അല്ലെ? ഇപ്പോ വയസ്സായവര് ചിലർ പറയുമ്പോൾ, ചെറുപ്പത്തിലെ ആൾക്കാർ പോകുന്ന സമയത്ത് പലരും പറയും, ഓ നിങ്ങൾ എന്താ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പോകുന്നത്, ഒരു 60 വയസ്സ് കഴിയാണ്ട് നമുക്ക് ഇതിനൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്ന പലരും ഉണ്ട്. അപ്പോ അവരൊക്കെ വയസ്സായവർ പഠിക്കേണ്ട എന്നല്ല പറയുന്നത്, വയസ്സായിട്ട് പഠിക്കാം എന്ന് വിചാരിക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പോ വയസ്സായി കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ചെവി കേൾക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ കണ്ണ് കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ ബെഡിൽ നിന്നൊന്ന് എണീക്കാൻ പോലും പറ്റാത്ത സമയത്ത് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ കിട്ടി എന്ത് പ്രയോജനം? നമ്മൾ ഊർജ്ജസ്വലരായിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടതും അതിനെക്കുറിച്ച് അറിയേണ്ടതും.
നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെ സമൂഹത്തോട് പെരുമാറണം, എങ്ങനെ കുടുംബത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത്. പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ ചെറുപ്പക്കാരൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സന്യാസിയായി മാറും, ബ്രഹ്മചാരിയായി മാറും എന്നുള്ള തെറ്റിദ്ധാരണ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരിക്കലും ഒന്നും ഇതിൽ അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളാണ്. ഈ 18 അധ്യായങ്ങൾക്കും യോഗം എന്നാണ് പേര് ചേർത്തിരിക്കുന്നത്. എന്താണ് യോഗം? യുഗ് എന്ന പദത്തിൽ നിന്നാണ് യോഗം എന്ന പദം. യുഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിപ്പിക്കുക എന്നാണ് അർത്ഥം. എന്തിനാണ് ബന്ധിപ്പിക്കുന്നത്? ആത്മാവിനെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്നു. ഇപ്പോ നമുക്ക് ഭഗവത്ഗീതയില് നോക്കിയാൽ അറിയാം, പുരുഷോത്തമ യോഗം, ധ്യാനയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ജ്ഞാന യോഗം, എല്ലാത്തിന്റെയും അവസാനം യോഗം എന്നാണ്. എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു ഭഗവത്ഗീത പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരമസത്യത്തെ നേടാനുള്ള ഒരു യാത്രയിലാണ്. പല മാർഗങ്ങളും നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു അല്ലേ? ആരാണ് ഈശ്വരൻ? നമുക്കിപ്പോ ചോദിക്കുകയാണെങ്കിൽ പല വ്യത്യസ്തമായ മറുപടികൾ നമുക്ക് കിട്ടും. ചിലർ പറയും ഈ കാണുന്നത് എല്ലാം ഈശ്വരനാണ്, ചിലർ പറയും ഈശ്വരൻ എന്ന് പറയുന്നത് ശക്തിയാണ്, ചിലർ പറയും ഈശ്വരൻ എന്ന് പറയുന്നത് ഊർജമാണ്, ചിലർ പറയും ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെ പല വ്യത്യസ്തമായ മറുപടികൾ നമുക്ക് കിട്ടിയെന്നിരിക്കും. ഇതൊക്കെ അർജുനൻ ആദ്യം പറഞ്ഞിട്ടുള്ള മാർഗങ്ങളുടെ ഉപാധികളാണ്, ആ മാർഗങ്ങളാണ്. അതിൽ നിന്നും പിന്നെ എന്താ പറയാ, ഈ ഉപാധികളിൽ നിന്നും അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണ്? ഒരേ ഒരു പോയിന്റിലാണ്, ശരണാഗതി. ഒരേ ഒരു പോയിന്റിലെ ശരണാഗതി പ്രാപിക്കുകയാണ്. ആ എന്താണ് ശരണാഗത ശ്ലോകം? ഭഗവത്ഗീത അധ്യായം 18 66 ശ്ലോകം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുചാ. അർജുന, നീ ഇതുവരെയുള്ള എല്ലാ കർമ്മങ്ങളെയും നീ മറന്നേക്കൂ. സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളെയും നീ ഉപേക്ഷിക്കൂ, എല്ലാത്തിനെയും പരിത്യജിക്കൂ. സർവധർമാൻ പരിത്യജ്യ മാം ഏക എന്നെ മാത്രം നീ അഭയം പ്രാപിക്കൂ, ശരണം പ്രാപിക്കൂ എന്ന് പറയാണ്. അപ്പൊ എന്താണ്? അഹം ത്വം സർവപാപേഭ്യോ, എല്ലാ പാപങ്ങളും ഞാൻ ഇല്ലാതെയാക്കി തരും അർജുന, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അർജുന, എല്ലാ പാപങ്ങളെയും നിനക്ക് ഇല്ലാതെയാക്കിയിട്ട് നിന്നെ മോക്ഷപദത്തിലേക്ക്. അർജുനോട് കൊടുക്കുന്ന ഓരോ ഉപദേശങ്ങളും നമ്മളോട് ഭഗവാൻ പറയുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് ഭഗവത്ഗീതയിൽ എന്ത് പറയുന്നു അർജുനോട്, അതെല്ലാം നമ്മളോട് ഭഗവാൻ പറയുന്ന ഉപദേശങ്ങളായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അപ്പോ എല്ലാ അന്വേഷണം മാർഗങ്ങൾ പലതാണെങ്കിലും അന്വേഷണ പലവാക്കുന്നതിന്റെ അവസാനം എത്തിച്ചേരുന്നത് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു, എല്ലാം ഭഗവാനിലാണ് എത്തിച്ചേരുന്നത് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ അക്ഷര ബ്രഹ്മയോഗം, അതില് ആദ്യം അർജുനൻ ഒരു 6-7 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഭഗവത്ഗീതയില് ഒരു 40ഓളം ചോദ്യങ്ങളും ഒരു 600ഓളം ഉത്തരങ്ങളുമാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ കലികാലത്ത് ചിലപ്പോൾ ഉത്തരങ്ങൾ പിന്നെ കുറവും, ചോദ്യം ചിലപ്പോൾ കൂടുതലുമായി. അപ്പോ അതില് ആദ്യം ഭഗവത്ഗീതയില് ആദ്യം അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് വിനയമാണ്. എന്തിനും നമുക്ക് വേണ്ടത് എന്താണ്? വിനയമാണ്. എന്തെങ്കിലും ജ്ഞാനത്തെ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിനയം വേണം. വിനയമുള്ളവർക്ക് മാത്രമേ നമുക്ക് ഗുരുവിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നും എന്ത് ഗ്രഹിക്കണമെങ്കിലും നമുക്ക് മനസ്സിലാക്കണമെങ്കിലും നമുക്ക് അഹങ്കാരമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ അതുകൊണ്ട് എല്ലാവരും ഏതൊരു പരമസത്യത്തെയും പറയണമെങ്കിൽ നമ്മൾ വിനയമുള്ളവരായിരിക്കണം. അപ്പോ ഒരു കുഞ്ഞ് അതിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഒരു ചോക്ലേറ്റ് വേണം അമ്മേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അമ്മ പറയുമ്പോ ചോക്ലേറ്റ് ഒന്നും ഇല്ല, പറയും പ്ലീസ് അമ്മേ എനിക്കൊരു ചോക്ലേറ്റ് തരൂ എന്ന് പറയുമ്പോ അമ്മ എവിടെയെങ്കിലും തപ്പി പിടിച്ചു കൊടുക്കും. അപ്പൊ വിനയമാണ് എല്ലായിടത്തും വേണ്ടത്. പിന്നെ ആദ്യം ഭഗവാൻ ഇവിടെ അർജുനൻ ചോദിക്കുന്നത് ബ്രഹ്മ, എന്താണ് ബ്രഹ്മം? അതിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്ത വസ്തു, എല്ലാ കാലത്തും എന്നും നിലനിൽക്കുന്ന എന്താണ്? അതാണ് ബ്രഹ്മം. ഒരിക്കലും മറ്റേതെല്ലാം വന്ന് നിന്ന് ലയിച്ചു പോകുന്നതാണ്. പക്ഷേ ബ്രഹ്മം മാത്രം, എന്ത് ഭൂകമ്പം ഉണ്ടായിക്കോട്ടെ, എന്ത് വെള്ളപ്പൊക്കം ഉണ്ടായിക്കോട്ടെ, എന്ത് വന്നാലും ഈ ബ്രഹ്മം മാത്രം എന്നും നിലനിൽക്കുന്നു. പിന്നെ ചോദിക്കുന്നത് അധിഭൂതം എന്താണ്? അധിഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബ്രഹ്മത്തിലെ സർവ്വചരാചരങ്ങളുമുണ്ട്. ഈ സർവ്വചരാചരങ്ങൾക്കും നാശമുള്ളതാണ്. അത് എല്ലാം വന്ന് നിന്ന് ലയിച്ചു പോകുന്നതാണ്. മനുഷ്യനുൾപ്പെടെ നമ്മളെല്ലാം എന്താണ് ലയിച്ചു പോകുന്നതാണ്, ഒരിക്കലും നിലനിൽക്കില്ല. അപ്പോ അതൊക്കെ എന്തൊക്കെ നാശം സംഭവിക്കുന്നു അതെല്ലാം അതിഭൂതം. അതിദൈവികം എന്താണ്? അതിദൈവികം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരും ഓരോ ഭൂതങ്ങളിലും ഉള്ള ഈശ്വര ചൈതന്യത്തെയാണ് അതിദൈവികം എന്ന് പറയുന്നത്. അതിയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതൊരു കർമ്മം ചെയ്യുന്നതിനും ഒരു ശക്തി വേണം, അല്ലെ? ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്റെ ഉള്ളിൽ ആ ശക്തി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആ ശക്തിയുണ്ട്. ആ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതെയാകുന്ന അവസരത്തിൽ നമ്മൾ എന്താവുന്നു? ഒരു ജഡവസ്തുവായി തീരുന്നു. അപ്പോ നമ്മൾക്ക് എന്തിന് ആ ശക്തി സ്വരൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിഭൂതം എന്ന് പറയുന്നത്. അപ്പോ ഇനി പിന്നെ ആധ്യാത്മികം, അതിഭൂതം, അതിദൈവികം, ആധ്യാത്മികം, ആ മൂന്നെണ്ണം പറയുമ്പോൾ കുറെ വിശദീകരണങ്ങളുണ്ട്. പക്ഷെ അതിലൊരു വിശദീകരണം ഞാൻ പറയാം. നമുക്ക് 3 തരത്തിലുള്ള ക്ലേശങ്ങളാണ്. ഇപ്പോ നമ്മൾ എല്ലാവരും എന്താണ് ദുഃഖം അനുഭവിക്കുന്നവരാണ്, അല്ലെ? ദുഃഖമില്ലാത്തവരായിട്ട് നമ്മൾ എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ എനിക്ക് ചിലപ്പോൾ കുറെ ദുഃഖങ്ങൾ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ആൾക്ക് അത് കുറവായിരിക്കും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അതിന്റെ ഏറ്റക്കുറച്ചുകൾ നമുക്ക് അനുഭവപ്പെട്ടിരിക്കാം, പക്ഷെ എല്ലാവർക്കും ദുഃഖമുണ്ട്. അപ്പോ ഈ ദുഃഖത്തെ എങ്ങനെ നേരിട്ട് നമ്മളെ എങ്ങനെ കരുത്തുറ്റതാക്കാം എന്നുള്ളതാണ്, വ്യക്തിയാക്കുക എന്നതാണ് ഏറ്റവും നേടിയെടുക്കേണ്ട കാര്യം. അപ്പോ ഇതില് ഇനി 3 തരത്തിലുള്ള ക്ലേശങ്ങൾ, അത് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ക്ലേശം, ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ക്ലേശം, പിന്നെ മനപ്രയാസം. അങ്ങനെ 3 തരത്തിലുള്ള ക്ലേശങ്ങളാണ് ഉള്ളത്. അപ്പോ ഇപ്പോ നമ്മള് എന്താ പറയാ, നമ്മളുടെ ആദിദൈവിക ക്ലേശം എന്ന് പറയും. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ക്ലേശം ആദിദൈവികം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ക്ലേശങ്ങളാണ്, നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ക്ലേശങ്ങളെയാണ് ആദിദൈവിക ക്ലേശങ്ങൾ. ഇപ്പൊ നമ്മള് ഇപ്പൊ നല്ല വെയിലാണ്, നമ്മൾ മഴക്കാലാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ മഴ അങ്ങനെ കൂടി കൂടി വന്നാൽ വെള്ളപ്പൊക്കം വരുന്നത്, വെള്ളം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ നിയന്ത്രണത്തിലാണോ അതൊക്കെ? അല്ല. അപ്പൊ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത എന്തെല്ലാം ക്ലേശങ്ങൾ വരുന്നോ അതെല്ലാം ആദിദൈവിക ക്ലേശം എന്നാണ് പറയുന്നത്. പിന്നെ ആദിഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, നമ്മൾക്ക് പിന്നെ വേണ്ടപ്പെട്ട ആരിൽ നിന്നും ഉണ്ടാവുന്ന ദുഃഖങ്ങൾ, അതാണ് ആദിഭൗതിക ക്ലേശം എന്ന് പറയുന്നത്. പിന്നെ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ ആദിദൈവിക ക്ലേശവും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആദിഭൗതിക ക്ലേശം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അടുത്ത മനപ്രയാസം എന്ന് പറയുന്നത് നമുക്ക് ഈ ദൈവിക ക്ലേശത്തിനേക്കാളും ആദിഭൗതിക ക്ലേശത്തിനേക്കാളും എന്താണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്? എന്താണ്? മനസ്സിന്റെ പ്രയാസമാണ് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട്, അല്ലെ? മനപ്രയാസം കൊണ്ടാണ് ഒരുപാട് ആളുകൾ ഒരു ആത്മഹത്യ ചെയ്യുന്നത് വരെ മനപ്രയാസം കൊണ്ടാണ്. വേറെ എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആത്മഹത്യ ഒന്നും ചെയ്യില്ല, അല്ലെ? ഒരു ആക്സിഡന്റ് പറ്റി, കാല് മുറിഞ്ഞു, അത് എങ്ങനെയും നമ്മൾ നേരെയാക്കി എടുത്ത് ആ കാലിന് വെക്കാനേ നമ്മൾ നോക്കുള്ളൂ. അല്ലെങ്കിൽ കൈയിനെന്തെങ്കിലും പറ്റി ആ കൈയിനെ നമ്മൾ നേരെയാക്കി എടുക്കാനേ നോക്കുള്ളൂ. പക്ഷെ മനസ്സിന്റെ പ്രയാസം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യാറില്ല. അപ്പോ മനസ്സിന്റെ പ്രയാസമാണ് ഏറ്റവും വലിയ പ്രയാസം. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത് എന്നതാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരിക്കലും അതിന് നാശമില്ലാത്ത വസ്തുവാണ്. അതിന് ഒരു പുനരാവൃത്തിയില്ല. ബാക്കി എല്ലാ ലോകങ്ങൾക്കും എന്തുണ്ട്? പുനരാവൃത്തിയുണ്ട്. ബ്രഹ്മലോകത്തിനടക്കം പുനരാവൃത്തി. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നത് എങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ മരണസമയത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്ത എന്തിനെ കുറിച്ചാണ്, അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഭഗവാനിലേക്ക് എത്തിച്ചേരുമോ, അല്ലെങ്കിൽ വീണ്ടും സംസാരത്തിലേക്ക് വന്ന് ഒരു പുനർജന്മം എടുക്കേണ്ടതായി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെ പ്രാപിക്കേണ്ടി വരുമോ എന്നൊക്കെ ആവുന്നത് എന്തുകൊണ്ടാണ്? ഈ മരണസമയത്തെ ഓരോരുത്തരുടെയും ചിന്തയാണ്. അപ്പൊ മരണസമയത്ത് നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്നു, നമ്മൾക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. അപ്പൊ പലരും ചോദിക്കും, മരണസമയത്ത് മാത്രം ചിന്തിച്ചാൽ പോരെ, അല്ലാതെ ചിന്തിക്കേണ്ടല്ലോ എന്ന്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, നമ്മളെ എന്തൊന്നിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ തീരുന്നത്. നമ്മൾ മനസ്സിലാക്കുക, എന്തിനെ കുറിച്ചാണോ നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കുടുംബകാര്യങ്ങളും മറ്റേ കാര്യങ്ങളുമാണോ ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും മരണസമയത്ത് ഭഗവാനെ ചിന്തിച്ചിരിക്കുവാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിരന്തരം ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുന്ന
ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. പക്ഷേ കർമ്മം ചെയ്യാതെ ഒരിക്കലും ഭഗവാൻ പറയുന്നില്ല, അർജുന നീ നിന്റെ കർമ്മങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. നമ്മളോട് ഓരോരുത്തരോടും കർമ്മങ്ങളോട് കൂടെ മാത്രമാണ് ഈശ്വര സ്മരണയോടുകൂടി ജീവിക്കാൻ പറയുന്നത്. നമ്മളുടെ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യുക. അങ്ങനെ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും ഇവിടെ ഇത്ര നേരം എൻ്റെ വിവരണം കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഗുരു ശ്രീ ബഹുമാനപ്പെട്ട GK സാർക്ക് ഒരുപാട് നന്ദി അറിയിച്ച് വാക്കുകൾ ഞാൻ എത്തുന്നു. നന്ദി, നമസ്കാരം.